ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഇന്ന് അവസാനമായിട്ട് കണ്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇളയച്ചൻ വരികയാണ് കേട്ടോ. അപ്പൊ ശ്രുതിയുടെ ഇളയച്ചനെ ശ്രുതി കൊണ്ടുവരിപ്പിക്കുകയാണ്. അതിന് കുറെ കാരണങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ചന്ദ്രയുടെ വായൊന്ന് മൂടിക്കെട്ടണം. ഇപ്പം വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ ഇറക്കാം. ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണവും പണവും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാമ്പത്തികം ഇപ്പം നമ്മുടെ ശ്രുതിക്കില്ല. അതുകൊണ്ടാണ് ഇളയച്ചനെ കൊണ്ടുവന്ന് ഒരു വലിയ കള്ളത്തരം പറയിപ്പിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഇന്നലത്തെ വൈകിട്ടിട്ട വിശേഷമല്ല, ഉച്ചയ്ക്കിട്ട വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് വന്നിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനത് ഒത്തിരി നീട്ടിക്കുറിക്കൊന്നും പറയുന്നില്ല. അങ്ങനെ നമ്മുടെ ഇളയച്ചൻ വീട്ടിൽ വന്നു. ഇളയച്ചൻ വീട്ടിൽ വന്നതും ഭയങ്കര സന്തോഷമായി ചന്ദ്രയ്ക്ക്. ചന്ദ്രയാണ് ഓടി ഇറങ്ങി വരുന്നത്, വാ കയറി ഇരിക്കുന്നൊക്കെ പറയുന്നു. പക്ഷെ വന്ന ഉടനെ തന്നെ വാതിലടയ്ക്ക് പറഞ്ഞ് വെപ്രാളപ്പെടുകയാണ്. ഇളയച്ചൻ ഈ വെപ്രാളം കണ്ടപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ എന്താ ഈ കാണിക്കുന്നത്, ഇതെന്താ രേവതി എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇളയച്ചൻ പറഞ്ഞു വാതിലടച്ചില്ലെങ്കിൽ പ്രശ്നമാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ശ്രുതിയും വന്നു. ശ്രുതി വന്നിട്ട് എന്താ ഇളയച്ച, എന്താ പറ്റിയത്? മോളെ വാതിലടച്ചിട്ട് ഞാൻ കാര്യം പറയാം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അല്ല അയാള് വാതിലടയ്ക്കാനല്ലേ പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് അടച്ചുകൂടെ? ചന്ദ്രൻ നീ വാതിലടയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രുതി പോയി വാതിലടച്ച ഉടനെ ഒറ്റ കരച്ചിലാണ്. പിന്നെ നമ്മുടെ ഇളയച്ചൻ ഭയങ്കര കരച്ചില്. പിന്നെ അറിയാലോ, നമ്മുടെ ചന്ദ്ര എന്താന്ന് ചോദിച്ചു പുറകെ ചെല്ലുകയാണ്. അങ്ങനെ വിഷയം പറയുകയാണ്. വേറെ ഒന്നുമല്ല, ശ്രുതിയുടെ അച്ഛനെ പോലീസ് പൊക്കി. ശ്രുതിയുടെ അച്ഛൻ ഇപ്പം പോലീസ് സ്റ്റേഷനിലല്ല, ലോക്കപ്പിലും അല്ല, ഇപ്പം ജയിലിലാണുള്ളത്. അപ്പം ജയിലില് ശിക്ഷ കിട്ടിയിരിക്കുകയാണ് ഇത്ര വർഷത്തേന്. അതും വേറെ ഒന്നിനുമല്ല, കൂടത്തിലുള്ള കുറച്ച് പാർട്ട്ണർമാരുണ്ടായിരുന്നു ബിസിനസ്സിന്. അപ്പൊ ഈ ബിസിനസ്സിലെ കുറച്ച് പാർട്ട്നേഴ്സ് പറ്റിച്ച് കള്ളപ്പണോ എന്തോ കുഴൽപ്പണമോ ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുകയോ തിരിക്കുകയൊക്കെയോ ചെയ്തു. അങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങോട്ടേക്ക് വരാൻ നിന്നതാണ് ശ്രുതിയുടെ ചടങ്ങിന്. അപ്പോഴാണ് പോലീസുകാർ പൊക്കിക്കൊണ്ട് പോയത്. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ശ്രുതി അഭിനയം അങ്ങോട്ട് തുടങ്ങിയില്ലേ. അയ്യോ, എൻ്റെ അച്ഛനെ ഞാൻ എത്ര നാളായി കണ്ടിട്ട്. എൻ്റെ അച്ഛൻ എന്നോട് സംസാരിക്കാൻ താല്പര്യം കാണിച്ചപ്പോഴൊന്നും ഞാൻ അച്ഛനെ മൈൻഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛനെ കാണാൻ കൊതിയായിട്ടിരിക്കുകയായിരുന്നു, അച്ഛനോട് സംസാരിക്കാൻ കൊതിയായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പം എന്താ പറ്റിയത്? ദൈവം അല്ലെങ്കിലും എനിക്ക് പണ്ട് ഇതൊന്നും വിധിച്ചിട്ടില്ല. എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല, എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്നേഹം ഇപ്പം നഷ്ടമായല്ലോ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്. അപ്പം ചന്ദ്ര അങ്ങോട്ട് വല്ലാത്ത ഷോക്കായി പോയിട്ട്. അപ്പം ചന്ദ്ര ചോദിച്ചു, അപ്പം ഇനിയിപ്പം എന്ത് ചെയ്യും? ബിസിനസ്സൊക്കെ തകർന്നോ? പൊട്ടി പാളീസായോ? ഇനിയിപ്പം പണമൊന്നും ഇല്ല കയ്യില് എന്നാണ് ചന്ദ്ര ഫസ്റ്റ് ചോദിച്ചത്. അല്ലാതെ ശ്രുതിയുടെ അച്ഛൻ സേഫ് അല്ലേ എന്നല്ല. അപ്പോഴാണ് നമ്മുടെ ഇളയച്ചൻ പറഞ്ഞത്, പണമൊക്കെ വേറൊരാളുടെ പേരിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പണമൊക്കെ ഇപ്പം ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ജയിലിൽ നിന്ന് വന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പുള്ളിക്കാരൻ ജയിലിലാണെന്നേ ഉള്ളൂ. അതിപ്പം സേഫായിട്ട് പണം എന്ന് പറഞ്ഞാൽ സ്വത്തുക്കൾ സേഫ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബിസിനസ്സൊക്കെ തകർന്നു, കുറച്ച് നഷ്ടമൊക്കെ വന്നു. എങ്കിലും ശ്രുതിയുടെ തലമുറക്കൊക്കെ ജീവിക്കാനുള്ള മുതലൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ ലോക്ക് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഇനിയിപ്പം ശ്രുതിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പൊ നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല എങ്ങനെയെങ്കിലും ശ്രുതിയുടെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ലേ? നിങ്ങൾ അതിനുള്ള വഴിയൊന്നും നോക്കിയില്ലേ? പഠിച്ച പണി 18 നോക്കി, എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വിധി ഇതായി പോയില്ലേ മോളെ ശ്രുതി. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനേ ഒരുപാട് വിഷമമുണ്ട് ഈ ഇളയച്ചന്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇളയച്ചന് പോയല്ലേ പറ്റൂ. ഇളയച്ചന് ഒരുപാട് ജോലി ബാക്കി കിടക്കല്ലേ. ഇനി വെട്ടണം, തൂക്കി വിൽക്കണം. എന്താ പറഞ്ഞത് എന്ന് സച്ചു ഒന്നുകൂടെ ചോദിച്ചപ്പം അത് പിന്നെ ഇനി അവിടെ ചെന്നിട്ട് തുണിയുടെ കുറച്ച് ബിസിനസ് ഉണ്ട്, ഈ തുണിയൊക്കെ അവിടെ തൂക്കി വിൽക്കുക ചെയ്യുന്നത്. അതൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ തയ്യലും ഉണ്ട്, അപ്പൊ അത് വെട്ടണമല്ലോ, വെട്ടിയാണല്ലോ തയ്ക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഇളയച്ചൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, അല്ല ഇന്ന് തന്നെ പോവുകയാണോ അതോ 2 ദിവസം നിന്നിട്ട് പോകാം ഇളയച്ചന്? 2 ദിവസം 2 ദിവസം നിൽക്കാം എന്നിങ്ങനെ
സന്തോഷത്തോടു കൂടി പറഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ശ്രുതി നോക്കിയിട്ട് എന്ന് കാണിച്ചത്. അപ്പം പറഞ്ഞു, ഏയ് ഞാൻ പോവാ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബിസിനസ് അവിടെ പെൻഡിങ്ങാ. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ. പിന്നെ മോളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നത് മാത്രമായി ഈ ഇളയച്ചൻ പോവുകയാണേ. അടുത്ത ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ ഈ ഇളയച്ചൻ കയറി മലേഷ്യക്ക് പോവുക. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടും കൂടെ പോ, ശ്രുതിയും കൂടെ ഇളയച്ചന്റെ കൂടെ പോ, അച്ഛനെ ഒന്ന് കാണാൻ പറ്റൂലോ. ഏയ് അവിടെ കാണാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കത്തില്ല. അതെന്താ കാണിക്കാത്തത്? മകളാന്ന് പറഞ്ഞ കാണിക്കത്തില്ലേ? മകളാണെന്ന് പറഞ്ഞാലും മരുമകനാണെന്ന് പറഞ്ഞാലും അവരെ ജയിലിനകത്ത് പിടിച്ചിടും. ഞാൻ തന്നെ ഇപ്പൊ മുങ്ങിയാ നടക്കുന്നത്. ഞാൻ അവന്റെ അനിയനെങ്ങാണോ അന്ന് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എന്നെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലിടും, ലോക്കപ്പിലിടും, ലാസ്റ്റ് ജയിലിൽ കൊണ്ടിടും. അതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ നാട് വിടാൻ പോവുക. ഇന്ന് തന്നെ ചെന്നിട്ട് വേറെ എങ്ങോട്ടേക്കും പോകണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാ പോകുന്നത്. ഏതായാലും ഞാൻ പോകുമ്പോ മോളെ ശ്രുതി, നിന്നെ വിട്ടിട്ട് പോകാൻ എനിക്ക് തീരെ മനസ്സില്ല. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ ഇളയച്ചന്. അപ്പം ശ്രുതി, ഇളയച്ചൻ പോവാണേ, ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇളയച്ചൻ അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് സംശയം തുടങ്ങി കേട്ടോ. സച്ചിയാണെങ്കിൽ എന്തോ ഉണ്ടല്ലോ ഇതിന് പിന്നില്. ഇളയച്ചനാകപ്പാടെ വശവശ കാണാം അന്ന് മുതലേ. എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്. അപ്പൊ ചന്ദ്രയാണ് പെട്ടെന്ന്, കണ്ടില്ലേ മഹാലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ എല്ലാം കണ്ടില്ലേ നടക്കുന്നത്? അശുഭം അല്ലാതെ എന്താ പറയുക? ഇനി അശുഭ വാർത്തകൾ ആയിരിക്കും കേൾക്കാൻ പോകുന്നത്. മഹാലക്ഷ്മി അല്ലേ ഇറങ്ങിപ്പോയത്? അപ്പം രവീന്ദ്രൻ ചോദിച്ചു, മഹാലക്ഷ്മി ഇറങ്ങിപ്പോയെന്ന് നീ എന്തൊക്കെയാ പറയുന്നത്? മഹാലക്ഷ്മി അല്ലേ ഇറങ്ങിപ്പോയത്? എന്റെ വർഷമോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അന്ന് ആ പ്രശ്നം ഉണ്ടായത്. എനിക്ക് ഓർക്കുമ്പോ ദേഷ്യം വരിക. ഇനി എന്നാ എന്റെ മഹാലക്ഷ്മി തിരിച്ചൊന്ന് കയറി വരിക? എല്ലാം ഇവൾ ഒറ്റ ഒരുതി കാരണമല്ലേ എന്ന് പറഞ്ഞ് രേവതിയുടെ മെക്കിട്ട്. അപ്പൊ സച്ചി പറഞ്ഞു, എന്തിനാ അമ്മ വെറുതെ നിൽക്കുന്ന രേവതിയുടെ മെക്കിട്ട് കയറുന്നത്? അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാ? ഇവളല്ലേ നിന്നെ പിരികേറ്റി വിട്ടത്. ഇവൾ എന്നീ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. പിന്നെ ഇതുവരെ ഞാൻ സമാധാനത്തിനൊന്നും ഉറങ്ങിയിട്ടില്ല. അല്ല ചന്ദ്രേ, നീ ഇന്നലെയും കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ ഉറങ്ങാതെ കൂർക്കം വലിച്ചതാ. ഉറങ്ങാതെ കൂർക്കം വലിക്കാൻ പറ്റുമോ? ചന്ദ്രേ, നിനക്ക് മാത്രം ഉറങ്ങാതെ കൂർക്കം വലിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, അതും ഒരു കഴിവാച്ചാ. ഉറങ്ങാതെ കൂർക്കം വലിക്കുന്നതും ഒരു ചെറിയ കഴിവാണല്ലോ. കഴിവാ എന്റെ അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത്. നിർത്തറ അധിക പ്രസംഗി. നീ കൂടുതൽ കിടന്ന് പ്രസംഗിക്കല്ലേ. നീയാടെ എല്ലാം വരുത്തി വെച്ചത്. അല്ലെങ്കിലും ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്റെ കെട്ടിയോനെ പറഞ്ഞിട്ട് മതിയല്ലോ. നിങ്ങൾക്കല്ലായിരുന്നോ ഇവൻ വന്നാലേ ചടങ്ങി പങ്കെടുക്കത്തുള്ളൂ? എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൈവിട്ടു പോയല്ലോ എന്റെ ഈശ്വരാന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. അപ്പൊ ശ്രുതിയാണെങ്കിൽ കരഞ്ഞ് നേരെ റൂമിനകത്തേക്ക് കയറി പോയിട്ടോ. പുറകെ നമ്മുടെ ശ്രുതിയും ചെന്നിട്ട്, സാരമില്ല ശ്രുതി, സാരമില്ല, പോട്ടെ, നമുക്ക് എല്ലാം ശരിയാക്കാം, നീ കരയാതെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ സമാധാനപ്പെടുത്തുക. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര കരച്ചില്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രേവതിയാ. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയോട് പറയാ, രേവതി, ഇതിലെന്തോ വശവശകില്ലേ? നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇളയച്ചൻ അന്ന് വന്നു, ഇന്നും ഇളയച്ചൻ വന്നു. ഫ്ലൈറ്റിൽ കയറിയ ആളെ പോലീസ് പിടിച്ചോണ്ട് പോയി ജയിലിൽ അടച്ചു. ബിസിനസ് എല്ലാം തകർന്നു. പാർട്ട്ണർ എല്ലാം പിണങ്ങിപ്പോയി. ഇതൊക്കെ അങ്ങോട്ട് മാച്ചാകുന്നില്ലല്ലോ. ഇതേ ഒരു നുണക്കഥയല്ലേ എന്റെ ശ്രുതിയേടത്തിയുടെ? എന്റെ പൊന്ന് സച്ചേട്ടനെ എല്ലാത്തിനും ഇങ്ങനെ കുറ്റം കാണാതെ. നുണക്കഥയൊന്നും അല്ലായിരിക്കും, ഇത് സത്യമായിരിക്കും. പാവം ശ്രുതിയുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സങ്കടമായി. അവൾ ഒരുപാട് ആഗ്രഹിച്ചത് അവളുടെ അച്ഛനെ കാണാനും അച്ഛനോട് സംസാരിക്കാനും ഇവിടെയൊക്കെ എല്ലാവരുടെയും മുമ്പിൽ തന്റെ അച്ഛനാന്നും പറഞ്ഞ് പരിചയപ്പെടുത്താനും ഒക്കെ. എന്നിട്ട് അതിനൊന്നും സാധിച്ചില്ലല്ലോ. പോരാഞ്ഞിട്ട് അമ്മ അവളെ കുറേ വഴക്കും പറഞ്ഞില്ലേ. എന്തോ പാവം, എനിക്ക് ശ്രുതിയെക്കുറിച്ച് ഓർത്തിട്ട് സങ്കടം തോന്നുക. എന്ത് സങ്കടം? അവൾക്കൊരു സങ്കടവും ഇല്ല. അവളെ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടാ ഇവിടെ കളിക്കുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഈ ശ്രുതി അത്രയ്ക്ക് വേടുപ്പുള്ള ആളൊന്നും അല്ല. അവള് കള്ളക്കളിയാ, മൊത്തം കള്ളക്കളിയാ. എനിക്ക് അത് നന്നായിട്ട് അറിയാം. അതെ, സച്ചേട്ടന് തോന്നുക. സച്ചേട്ടനൊന്നും മിണ്ടാതിരുന്നേ. ഒരു കള്ളക്കളി, എന്ത് കള്ളക്കളി? ഒരു കള്ളക്കളിയില്ല എന്നിങ്ങനെ പറയും. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി, എങ്കിൽ പിന്നെ എന്തെങ്കിലും ആട്ടെ, കണ്ടുപിടിക്കാം. ഏതായാലും കള്ളത്തരം പോയാൽ എവിടം വരെ പോകും?
എന്നാണെങ്കിലും സത്യം തെളിയുമല്ലോ രേവതി. അന്ന് നിന്റെ സച്ചേട്ടൻ പറയുന്നത് സത്യമാണെന്ന് നിനക്ക് മനസ്സിലാകും. നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് വീണ്ടും ഒരു സമാധാനവും ഇല്ല. ചന്ദ്രയാണെങ്കിൽ കിടന്ന് അവക്ക് സമാധാനമായില്ലേ ഇപ്പം. ഇടി നീ ഒറ്റ ഒരുത്തി കാരണമാടി നിന്റെ കെട്ടിയവനെ നിനക്ക് വീട്ടിൽ പിടിച്ച് കെട്ടിക്കിടത്തില്ലായിരുന്നോ, എന്തിനാ അവനെയും കൊണ്ട് അങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് ഇങ്ങനെ ചിലക്കാൻ തുടങ്ങി. ഇപ്പൊ അടുക്കളയിൽ നിന്ന് രേവതി ഓടി വന്നിട്ട് പറഞ്ഞു, അതെ അമ്മേ ഒന്ന് നിർത്തുന്നുണ്ടോ, അമ്മ എന്താ പറയുന്നത്, ഇങ്ങോട്ടേക്ക് വർഷ വരരുതെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? അതേടി, ഇങ്ങോട്ടേക്ക് വർഷ വന്നാൽ നിന്റെ സ്ഥാനം പോകൂലേ? നിനക്ക് നിന്റെ കെട്ടിയവനും ഈ വീട് അടക്കി ഭരിക്കണം, അതിനുവേണ്ടി. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അയ്യോ എന്റെ ഭാര്യ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എടുത്തു കാണിക്കാൻ എന്തൊരിതാണ്. എന്റെ ഭാര്യ തെറ്റ് ചെയ്തെന്ന് ആരാ പറഞ്ഞേ? എന്റെ ഭാര്യ തെറ്റ് ചെയ്തിട്ടുമില്ല. ഇവിടെ ഒറിജിനലായിട്ട് കള്ളത്തരം കാണിക്കുന്നവരെ ഒന്നും കൈയോടുകൂടി പൊക്കുന്നോ, ഇനിയിപ്പൊ പൊക്കിയാല് ശിക്ഷ കൊടുക്കുന്നൊന്നും ഇല്ലല്ലോ. ചന്ദ്ര ബ്യൂട്ടി പാർലർ എന്ന് പേരിടുന്നു, അത് ആർക്കോ കൊടുക്കുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി വന്നിട്ട് പറഞ്ഞു, അല്ല ഇപ്പൊ സച്ചിക്ക് എന്താ വേണ്ടത്? ഞാൻ ആകെ വിഷമിച്ച് നിൽക്കാട്ടോ. ഇതാ ഞാൻ പറയുന്നത്, ഇവിടെ സേഫ് അല്ല, ഇവിടെ നിന്ന് സമാധാനം നഷ്ടപ്പെടും. വർഷ പോയിട്ട് തിരികെ വരാത്തത് വേറൊന്നുമല്ല, ഇതുപോലെയാണല്ലോ ഇവിടെ ഓരോ കാട്ടായം. അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കൂടുതൽ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും സുധീനെ വിളിച്ചോണ്ട് എങ്ങോട്ടേലും പോകും. ഇത് കേട്ടോ നമ്മുടെ ചന്ദ്ര, അപ്പൊ അവന് സമാധാനമായി. നീയും കൂടെ പോയാലേ മോളെ അവന് സമാധാനമാകും. അതിനുവേണ്ടിയാണ് ഇവിടെ കിടന്ന് രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ട് ഇവിടെ തന്നെ നിന്ന് ഒട്ടക്കെ ഭരിച്ച് വാടാലോ. നടക്കില്ല, അത് ഞാൻ നടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, എൻ്റെ പൊന്നമ്മേ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനേ സത്യം പറഞ്ഞ വർഷം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുക, അറിയാമോ? അല്ല വർഷ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അമ്മ. അമ്മ വർഷേനെ ഒന്ന് വിളിച്ചോ? വർഷേനെ ഒന്ന് പോയി കണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഞാന് വർഷേനെ പോയി കണ്ടായിരുന്നു, അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇത് കേട്ട് നമ്മുടെ രവീന്ദ്രൻ, ആണോ മോള് വർഷേനെ പോയി കണ്ടോ? ഞാന് കഴിഞ്ഞ ദിവസം ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പോയായിരുന്നു, അവള് പോയി കണ്ടു, അവളോട് സംസാരിച്ചു. അന്ന് നടന്നതൊക്കെ ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ട്. അവക്ക് കാര്യങ്ങളൊക്കെ പിടിയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഒന്നും താമസിക്കില്ല, അവൾ ഇങ്ങോട്ടേക്ക് വരുന്നു തന്നെയാ അച്ഛാ എൻ്റെ വിശ്വാസം. ആണോ? ഏതായാലും മോള് പോയത് നന്നായി, നമ്മൾ ആരും ചെന്ന് വിളിച്ചില്ലെന്ന് ഇനി പറയില്ലല്ലോ, നല്ലതാന്നൊക്കെ പറയാണ് കേട്ടോ. ഈ സമയത്ത് പറഞ്ഞു, വേറൊരു കാര്യം അമ്മയ്ക്ക് അറിയാമോ? സച്ചേട്ടൻ ശ്രീകാന്തിനെ കാണാനും പോയി. ശ്രീകാന്തിനെ കണ്ടു, വിളിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവിടെ ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാനും സച്ചേട്ടനും ചെയ്യുന്നില്ലേ? ഇതിൽ കൂടുതൽ വർഷം ശ്രീകാന്ത് വരാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതോ ഇനിയിപ്പം ഞങ്ങൾ അവർ വരണ്ടാന്ന് പറഞ്ഞു മാറി നിൽക്കണോ? അതാണോ അമ്മ ആഗ്രഹിക്കുന്നത്? ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ, എനിക്കിനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് പോയി. സച്ചി അങ്ങ് പോയി. സച്ചി മാറി ചെന്നിട്ട് ചോദിച്ചു, അല്ല രേവതി, നീ പറയുന്നത് സത്യമാണോ? നീ വർഷനെ കാണാൻ പോയോ? ഞാൻ വർഷേനെ കാണാൻ പോയി. എന്തിനാ നീ വർഷേനെ കാണാൻ പോയത്? ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? നീ അങ്ങനെ ചെന്ന് ആരുടെയും കൈയും കാലും ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതെ, ഞാൻ കൈയും കാലും പിടിക്കാൻ ഒന്നുമല്ല പോയത്. ഒന്ന് ആ പ്രശ്നം നടന്നപ്പോൾ വർഷയും ശ്രീകാന്തും മാറി നിൽക്കായിരുന്നു, അവരവിടെ ഇല്ലായിരുന്നു. അത് സച്ചേട്ടന് അറിയായിരുന്നല്ലോ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വർഷേനെ മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പോയത്. ശ്രീകാന്തിനെ കണ്ടതല്ലേ സച്ചേട്ടൻ പോയി. പാവം, അവന് മൂട്ടയുടെ കടിയും കൊതുക് കടിയും ഒക്കെ കൊണ്ട് ആ റൂമിൽ കിടക്കല്ലേ. അതുകൊണ്ട് വിഷമായില്ലേ സച്ചേട്ടന് അതുകൊണ്ടല്ലേ അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. എൻ്റെ അനിയത്തിയെ പോലെ തന്നെയാ എനിക്ക് വർഷേ. അവളെ സച്ചേട്ടൻ വിചാരിക്കുന്ന ഒരു പെണ്ണല്ല, അവക്കെല്ലാം അറിയാം. നല്ല കാര്യവും കാര്യപ്രാപ്തിയൊക്കെ ഉള്ള പെണ്ണ, ശരിയേത് തെറ്റേതെന്നൊക്കെ അറിയാൻ പറ്റുന്ന പെണ്ണ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പോയി കണ്ടതും പറഞ്ഞതും ഒക്കെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പം സച്ചേട്ടൻ ഒരു കാര്യം ചെയ്താൽ മതി, ഒന്ന് മിണ്ടാതിരുന്നാൽ മതി. വെറുതെ എന്തിനാ ഇനി ഓരോന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? സച്ചേട്ടൻ ഇനി ഒന്നും പറയാൻ പോകണ്ട. എങ്ങനെയെങ്കിലും വർഷേ ശ്രീകാന്ത് ഈ വീട്ടിൽ വരണം. അത് അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും വിഷമം തന്നെയല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുവരാൻ നോക്കണം. എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ രേവതി? നമുക്ക് വർഷേനെ രേവതിനെയും അവരുടെ വീട്ടിൽ പോയി കൊണ്ടുവരാം. സച്ചേട്ടൻ എന്താ പറയുന്നത്? അവിടെ ചെന്നിട്ട് മധുസൂദനെ അടിച്ചിട്ടിട്ട് നമുക്ക് വർഷേനെയും ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ടിങ്ങ് പോരാ. എന്റെ പൊന്ന് സച്ചേട്ട, അടി ഇടി വെട്ട് കുത്ത്, ഇത് മാത്രം സച്ചേട്ടന് പറയാനുള്ളോ? ഒന്ന് നിർത്തുന്നുണ്ടോ? അങ്ങനെയൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ വീണ്ടും അത് പ്രശ്നമാവില്ലേ? എന്റെ പൊന്ന് സച്ചേട്ട, സച്ചേട്ടൻ ഈ കാര്യത്തിൽ ഇടപെടണ്ട, അതാ നല്ലത്. എങ്ങനെയെങ്കിലും ഞാൻ പോയി കൊണ്ടുവന്നോളാം. അല്ലെങ്കിൽ പിന്നെ അവരെങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നോളൂ, ഒന്ന് സമാധാനം തന്നാ മതി. അപ്പൊ ഞാൻ നിനക്ക് സമാധാനം തരുന്നില്ലെന്നാണോ പറയുന്നേ? സച്ചേട്ടന് ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, ഒന്നും മിണ്ടാതിരുന്നാ മതിയെന്ന. അന്ന് കല്യാണത്തിന്റെ അന്ന് മിണ്ടാതിരുന്നില്ലേ, അതുപോലെ മിണ്ടാതിരുന്നാ മതി. നമ്മൾ എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ സച്ചേട്ടൻ്റെ അമ്മ നോക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ
നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ നമ്മൾ റിയൽ സ്റ്റോറി ന്യൂ എന്ന ചാനലിനകത്ത് ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരു 3 മണിയോട് കൂടിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ആ ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ലിങ്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ പോസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.